ഇത് നമ്മുടെ കണ്ണിൻ്റെ 10 ഭാഗങ്ങളും വേർതിരിച്ച് കാണിക്കുന്ന ഒരു അനാറ്റമി ഡയഗ്രമാണ്. ഈ 10 ഭാഗങ്ങളെക്കുറിച്ചും ഒരാൾ അറിയുകയാണെങ്കിൽ നമ്മുടെ കാഴ്ച എത്രത്തോളം സങ്കീർണമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇതിൽ ആദ്യത്തെ ഭാഗമായ കോർണിയയിലേക്ക് തന്നെ നോക്കൂ. കൃത്യമായ കാഴ്ചയ്ക്ക് വേണ്ടി അവിടെ രക്തക്കൊയിലുകൾ ഇല്ല എന്നതാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ 37 ട്രില്യൺ കോശങ്ങളുണ്ട്, അതായത് 37 ലക്ഷം കോടി കോശങ്ങൾ. ഈ കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ അത്യാവശ്യമാണ്. എല്ലാ കോശങ്ങളും ഓക്സിജൻ സ്വീകരിക്കുന്നത് രക്തത്തിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിലെ ആകെ ചെറുതും വലുതുമായ രക്തക്കൊയിലുകളുടെ നീളം എത്രയാണെന്ന് അറിയാമോ? 96,000 കിലോമീറ്റർ. അതായത് ഭൂമിയുടെ ചുറ്റളവ് ആകെ 40,075 കിലോമീറ്റർ ആണ്. അതായത് ഭൂമിയെ 2 പ്രാവശ്യം ചുറ്റിയാലും തീരാത്തത്ര വലുപ്പമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും രക്തക്കൊല്ലുകളുടെ നീളത്തിന്. കോർണിയയിൽ മാത്രം രക്തക്കൊല്ലുകൾ ഇല്ലാത്തത് തടസ്സങ്ങളില്ലാതെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ ക്യാമറ ലെൻസിന്റെ മുൻപിൽ യാതൊരു തടസ്സവും ഇല്ലാതെ ഗ്ലാസ് വെച്ചതുപോലെ. എന്നാൽ ഈ കോർണിയയിലുള്ള കോശങ്ങൾക്കും ഓക്സിജൻ അത്യാവശ്യമാണ്. അവ ഓക്സിജൻ സ്വീകരിക്കുന്നത് നേരിട്ട് വായുവിൽ നിന്നും കണ്ണീരിൽ നിന്നുമാണ്. അതിന് പിന്നുള്ള അക്വസ് ഹ്യൂമർ നോക്കും. കോർണിയക്കും ലെൻസിനും ആവശ്യമായ പോഷകങ്ങൾ എത്തിക്കുന്ന ഒരു ദ്രാവകമാണിത്. അതിന് പിന്നിലുള്ള ഐറിസിലേക്കും പ്യൂപ്പിളിലേക്കും നോക്കൂ. വെളിച്ചത്തിനനുസരിച്ച് പ്യൂപ്പിൾ ചെറുതാകുകയും വലുതാകുകയും ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള ഐറിസ് പ്രകാശത്തെ നിയന്ത്രിക്കുന്നു. ഇവിടെയാണ് മറ്റൊരു കൗതുകം. അതായത് രണ്ടുപേരുടെ വിരലടയാളങ്ങൾ തമ്മിൽ 60 മുതൽ 70 വരെ വ്യത്യാസങ്ങളാണുള്ളത്. എന്നാൽ രണ്ടുപേരുടെ കണ്ണിലെ ഈ ഐറിസുകൾ തമ്മിൽ 240ഓളം വ്യത്യാസങ്ങളുണ്ട് എന്നാണ്. ഒരേ DNA ഉള്ള ഇരട്ട കുട്ടികളിൽ പോലും ഈ ഐറിസിന്റെ രക്തധമനിയുടെ പാറ്റേൺ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് സുരക്ഷാ സംവിധാനങ്ങളിൽ ഫിംഗർ പ്രിന്റിനേക്കാൾ കൂടുതലായി ഐറിസ് സ്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതിന് പിന്നുള്ള ലെൻസിലേക്കും സിലിയറി ബോഡിയിലേക്കും നോക്കും. അതായത് സിലിയറി ബോഡി എന്നത് ലെൻസിനെ ചലിപ്പിക്കുന്ന മസിൽസ് ആണ്. അതായത് ദൂരെയായാലും അടുത്തായാലും വളരെ പെട്ടെന്ന് ഫോക്കസ് മാറ്റി വളരെ കൃത്യമായ കാഴ്ച നൽകുന്ന ഓട്ടോ ഫോക്കസ് ലെൻസ് ആണ് മനുഷ്യനുള്ളത്. നമ്മുടെ കണ്ണിന് 576 മെഗാ പിക്സൽ ക്ലാരിറ്റി ഉണ്ട്. അതിന് പിന്നിലുള്ള വിട്രിയസ് ഹ്യൂമർ എന്ന ജെല്ലി പോലുള്ള ഭാഗം നോക്കൂ. പുറകിലെ റെറ്റിന അമർന്നു പോകാതെ കൃത്യമായിരിക്കുന്നതും വിട്രിയസ് ഹ്യൂമർ ഉള്ളത് കൊണ്ടാണ്. ഇതിന് പിന്നിലുള്ള റെറ്റിനയിൽ മാത്രം കുറഞ്ഞ വെളിച്ചത്തിലും ഇരുട്ടിലും കാഴ്ചക്ക് സഹായിക്കുന്ന 120 മില്യൺ റോഡ് കോശങ്ങളും പകൽ വെളിച്ചത്തെ നിയന്ത്രിക്കുന്ന 6 മില്യൺ കോൺ കോശങ്ങളുമുണ്ട്. ഈ റെറ്റിനയിലെ കോശങ്ങൾ പ്രകാശത്തെ ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി മാറ്റി അതിന് പിന്നിൽ നിങ്ങൾ കാണുന്ന ഒപ്റ്റിക് നെർവിലൂടെ തലച്ചോറിലേക്ക് എത്തിക്കുന്നു. ഈ ഒപ്റ്റിക് നെർവ് എന്ന വളരെ ചെറിയൊരു കേബിളിൽ 12 ലക്ഷം നാഡീധാതുക്കളാണുള്ളത്. ഇതെല്ലാം ഒരൊറ്റ കണ്ണിന്റെ മുൻഭാഗത്തിന്റെ കാര്യമാണ്. എന്നാൽ തലച്ചോറിൽ ഈ വൈദ്യുതി സിഗ്നലുകളെ വിശകലനം ചെയ്ത് നിറങ്ങളും ചലനങ്ങളും രൂപങ്ങളെല്ലാം വിശകലനം ചെയ്യുന്ന വിഷ്വൽ കോർട്ടെക്സ് എന്ന മറ്റൊരു ഭാഗമുണ്ട്. അതൊന്നും ഈ ഒരു പിക്ചറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് വിഷ്വൽ കോർട്ടെക്സിന്റെ ഒരു സങ്കീർണത അതിൽ 10 മില്യൺ നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന സെൽസുകൾ ഉണ്ടെന്നാണ്. ഈ കണ്ണിന്റെ ഈ 10 ഭാഗങ്ങളിൽ ലളിതമായി പറഞ്ഞത് നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.